പെരിയാറിലേക്ക് കൂടുതൽ കമ്പനികളിൽ മലിനജലം ഒഴുക്കിവിടുകയാണ്. TMS ലെതേഴ്സ്, സൺറൈസ് ഓർഗാനോ ഫെർട്ടിലൈസേഴ്സ്, മലയ റബ്ബർ, ആൽഫ റബ്ബർ എന്നീ കമ്പനികളിലാണ് പരിശോധന നടത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള സംഘം പെരിയാറിന്റെ ബണ്ടിന് മുകളിലുള്ള കമ്പനികളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. സഹിൻ ആന്റണി ചേർന്ന വിവരങ്ങളുമായിട്ട്. സഹിൻ, ഈ പെരിയാറിലെ മലിനീകരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുകയാണ്. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾക്ക് അധികം കാലപ്പഴക്കമില്ല. വീണ്ടും കമ്പനികൾ നിർബാധം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തുടരുമ്പോൾ എങ്ങനെയാണ് നടപടികളുടെ മുന്നോട്ട് പോക്ക്? ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതായത് പെരിയാറിലേക്ക് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കുന്ന കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള സംഘം പെരിയാർ ബണ്ടിന് മുകളിലുള്ള കമ്പനികളിൽ പരിശോധന നടത്തിയിരുന്നു. TMS ലെതേഴ്സ്, ഒപ്പം തന്നെ സൺറൈസ്, ഓർഗാനോ ഫെർട്ടിലൈസ്, മലയ റബ്ബർ, ആൽഫ റബ്ബർ എന്നീ കമ്പനികളിലാണ് പരിശോധന നടത്തിയത്. ഇവരുടെ ETP സംവിധാനം കാര്യക്ഷമമല്ലെന്നും പല കമ്പനികളും പെരിയാറിലേക്കും സമീപത്തെ തോടുകളിലേക്കും മാലിന്യം ഒഴുക്കുന്നത് സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പല കമ്പനിയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ കമ്പനികളിൽ നിന്നെല്ലാം അനധികൃതമായി മലിനജലം ഇത്തരത്തിൽ പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതായാണ് ഇന്നലെ ഈ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഓർഗാനോ ഫെർട്ടിലൈസേഴ്സ് കമ്പനി പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതിന്റെ പേരിൽ ഈ മാസം കഴിഞ്ഞ 4-ാം തീയതി PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയ ഒരു കമ്പനി കൂടിയാണ്. PCBയുടെ അനുമതി ഇല്ലാതെയായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം നടന്നിരുന്നതും. എന്തായാലും അത്തരത്തിൽ ഉള്ള കമ്പനികൾ പോലും ഇപ്പോഴും പെരിയാറിലേക്ക് നിർബാധം മലിനജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി സഹിൻ.